ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ നടന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിനിടെ ഫ്രാൻസിസ് പാപ്പയെ വധിക്കാൻ പദ്ധതിയിട്ട 7 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർക്ക് തീവ്രവാദ ബന്ധമുള്ളതായാണ് വിവരം. ജക്കാർത്തയോട് ചേർന്ന ബോഗോർ ബെക്കാസി നഗരത്തിൽ നിന്ന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് 7 പേർ പിടിയിലായത്. ഒരാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അമ്പ്, വില്ല്, ഡ്രോൺ, ഇസ്ലാമിക സ്റ്റേറ്റ് ലഘുരേഖകൾ മുതലായവ കണ്ടെടുത്തു. 7 പേർക്കും പരസ്പരം അറിയാമോ എന്നതിലും ഇവർ ഒരേ തീവ്രവാദ സംഘടനാ പ്രവർത്തകരാണോ എന്നതിലും വ്യക്തതയില്ല. അന്വേഷണം പുരോഗമിക്കുന്നതായി ഇന്തോനേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇക്കഴിഞ്ഞ ചൊവ്വ മുതൽ ഇന്നലെ വെള്ളിയാഴ്ച വരെയാണ് മാർപ്പാപ്പ ഇന്തോനേഷ്യ സന്ദർശിച്ചത്. ഇസ്ലാമിക സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന ജമാ അൻഷുറത്ത് ദൗള തീവ്രവാദ പ്രസ്ഥാനം ഉൾപ്പെടെ നിരവധി തീവ്രവാദ ചാര സംഘടനകൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. മാർപ്പാപ്പയെ വധിക്കാൻ പദ്ധതിയിട്ട 4 പേരെ ഇന്തോനേഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാർപ്പാപ്പയുടെ സന്ദർശനത്തിനിടെ വധിക്കുവാനായിരുന്നു അവരുടെ പദ്ധതി. ഇന്തോനേഷ്യൻ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ തലവനെ വധിച്ചാൽ ലോകം ഇസ്ലാമികവൽക്കരിക്കാനുള്ള പദ്ധതി വേഗത്തിലാകുമെന്ന് തീവ്രവാദ സംഘടനകൾ കണക്കുകൂട്ടുന്നു. അറേബ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ക്രൈസ്തവ വംശഹത്യ തുടരുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന് ഭീഷണി ഉയർത്തി യൂറോപ്യൻ രാജ്യങ്ങളിലും തീവ്രവാദികളുടെ സാന്നിധ്യം ശക്തമാവുകയാണ്. യൂറോപ്പിലെ പല പള്ളികൾക്കും തീ പിടിക്കുന്നതിന് പിന്നിൽ തീവ്രവാദ പ്രവർത്തനമാണെന്നാണ് സംശയം. അഭയാർത്ഥികളായി കടന്നു വന്നവർ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു തുടങ്ങി. ബഹുസ്വര സമൂഹത്തിൽ തങ്ങളുടെ മതവും സംസ്കാരവും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുവെന്നുമാണ് വിശ്വാസികളുടെ ആരോപണം. ബ്രിട്ടനിൽ ശരിയാ നിയമം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങൾ തുടർക്കഥയാകുന്നത് പ്രത്യേകം പഠിക്കേണ്ട വിഷയമാണെന്നുമാണ് വിശ്വാസികൾ പറയുന്നത്.